ആ അമ്മയുടെ മോഹവും മോളുടെ അമ്മയുടെ മോഹവും എന്തെങ്കിലും സാമ്യം കാണും. ആണോ അമ്മേ? അങ്ങനെ കാണോ? എന്നെ പോലത്തെ തന്നെ വേറെ കുട്ടി എവിടെങ്കിലും ഉണ്ടാവോ? ചിലപ്പോ കാണും മോളെ. ആ അമ്മേ, ഞാൻ അമ്മൂന്റെ വീട്ടിലൊരു കാര്യം കണ്ടു. എന്താ മോളെ? അവിടെ അമ്മയുടെ ഫോട്ടോ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ അവര് പറയാ അതെന്റെ അമ്മയല്ല, കാണാതെ പോയ അവിടുത്തെ അമ്മമ്മയുടെ മകൾ അർച്ചന ആന്റിയാന്ന്. പക്ഷേ ആ ഫോട്ടോ അമ്മയെ പോലെ തന്നെയാ. അമ്മയുടെ ഈ മൂക്കൊക്കെ അതേപോലെ തന്നെ ഇരിക്കുക. ഒരാളെ പോലെ ഈ ലോകത്ത് 9 പേരുണ്ടെന്നാ പറയുന്നത്. ഇപ്പോ എന്നെ പോലെ തന്നെ വേറൊരാളെ മറ്റൊരിടത്ത് കണ്ടെന്നും വരാം. മോളെ പോലെ തന്നെ വേറൊരു കുട്ടി ചിലപ്പോ വേറൊരിടത്ത് കാണും. ആ അമ്മയുടെ മോഹവും മോളുടെ അമ്മയുടെ മോഹവും എന്തെങ്കിലും സാമ്യം കാണും. ആണോ അമ്മേ? അങ്ങനെ കാണോ? എന്നെ പോലത്തെ തന്നെ വേറെ കുട്ടി എവിടെങ്കിലും ഉണ്ടാവോ? ചിലപ്പോ കാണും മോളെ. മോളിപ്പോ ഒരു കാര്യം ചെയ്യ, പോയി യൂണിഫോം ഒക്കെ ഒന്ന് മാറ. അമ്മ ഇപ്പോ കാപ്പി എടുത്ത് വെക്കാം. എനിക്കൊന്നും വേണ്ട, വയറ് നല്ലതുപോലെ നിറഞ്ഞു. അവിടുത്തെ അമ്മുമ്മയും ആന്റിമാരും സച്ചങ്ങളും എല്ലാരും എനിക്ക് എന്തൊക്കെയാ തന്നേന്നറിയോ? ഇന്ന് സച്ചങ്ങൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. അത് പിന്നെ സച്ചേട്ടൻ മോളുടെ സ്വന്തം അച്ഛനല്ലേ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരവസരം കിട്ടിയതല്ലേ. എന്നാ ഞാൻ പോയി യൂണിഫോം മാറ്റിട്ട് വരാം. രാജീവ്, ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് അവിടെ അവൾ എൻ്റെ ഫോട്ടോ കണ്ടു. അവളുടെ മനസ്സിൽ തോന്നിയ സംശയത്തെ തൽക്കാലത്തേക്കൊന്ന് പറഞ്ഞു നിർത്തിയെന്നല്ലാതെ നാളെ അവൾ ഇക്കാര്യം ചോദിക്കില്ല എന്ന് ഒരു ഉറപ്പുമില്ല. സംഭവിച്ചതിന് ഞാൻ സച്ചേട്ടനെയോ എൻ്റെ മോളെയോ കുറ്റപ്പെടുത്തുകയല്ല. സ്വന്തം അച്ഛൻ്റെ കൂടെയാ എൻ്റെ മോള് പോയത്. അതിൻ്റെ പേരിൽ ഇവിടെ ഉള്ളവര് അവളെ ശകാരിക്കുന്നതും ഉപദ്രവിക്കുന്നതും കഷ്ടമാ. എനിക്കതിനെ സഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ഗൗരിമോളുടെ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. സത്യങ്ങളൊന്നും ഇനി അധികം നാൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അതുപോലെ ഓരോന്നോരോന്നായി തനിയെ പുറത്തു വരും. അതിനേക്കാളും നല്ലത് എല്ലാവരോടും തുറന്നു പറയുന്നതന്നല്ലേ. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ, അല്ലാതെ എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തായാലും വേവോളം കാത്തില്ലേ, ഇനി 6ഓളം മാത്രം. അതുവരെ ക്ഷമിക്കും. കുറച്ചു ദിവസത്തിനുള്ളിൽ അവന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അതിനുള്ളിൽ തന്നെ ഗോകുലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പ്ലീസ് അർച്ചന, എന്നെ വിശ്വസിക്കേ, എല്ലാം ശരിയാകും. രാജീവ് പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ ശ്രമിക്കാം. അതിനപ്പുറം കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോയാ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ സുഗതൻ മേനോൻ ആരുടെയോ ആയുധമാണെന്നാണ്. അയാൾക്ക് പിന്നിൽ കളിക്കുന്നത് മറ്റാരോ ആണ്. മോളിതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മ കഴിഞ്ഞ തവണ ക്രിസ്മസ് അവധിക്ക് കൊടൈക്കനാലിന് ടൂർ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? മോളത് മറന്നില്ലേ? ഇല്ല, ബിസിനസിന്റെ തിരക്കാണെന്ന് പറഞ്ഞ അമ്മ അന്നെ കൊണ്ടുപോയില്ല. ഇപ്രാവശ്യം ഒന്നും പറയരുത്. ഈ ഓണാവധിക്ക് നമുക്ക് കൊടൈക്കനാലിൽ പോണം. ഇത്രയും നാളും എന്റെ മോളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം കൂടി ഞാൻ ബിസിനസിന് വേണ്ടി ചെലവാക്കി. അമ്മ എന്താ ഒന്നും പറയാത്തെ?
കൊടൈക്കനാൽ പോവാൻ പറ്റില്ലേ? അത് പിന്നെ നമുക്ക് നോക്കാം മോളെ. അത് പറ്റില്ല. അമ്മ എനിക്കിപ്പോ പ്രോമിസ് തരണം. ഓണത്തിന് മുമ്പ് കേസ് വിധിയായാൽ എല്ലാം കൈവിട്ടു പോവും. മോൾക്ക് കൊടുക്കുന്ന വാക്കും പാലിക്കാൻ പറ്റില്ല. എനിക്ക് പ്രോമിസ് താ അമ്മേ. ആം, അതെ, പ്രോമിസ് ഒന്നും വേണ്ട. നമുക്ക് നോക്കാം മോളെ. മോള് ചെന്ന് കിടക്ക. എനിക്ക് അവിടെ കിടക്കണ്ട, അമ്മയുടെ മടി കിടന്നാ മതി. കോടതിയിൽ കേസ് എനിക്കെതിരായിട്ട് വന്നാൽ എനിക്കെൻ്റെ മോൾക്കൊപ്പം ഒരു യാത്ര പോകാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ കിടത്തി അവൾക്കൊപ്പം എനിക്കിനി എത്ര നാൾ? എനിക്ക് അവന്തിയെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ. എന്നാലും തീരുമാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്ന് അറിയാലോ. അവന്തിയെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള പക്വതയുള്ളവരാണ് നമ്മൾ. തുറന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പറയാ, വക്കീൽ ഒരു കേസിൽ പ്രതീക്ഷിക്കുന്നതിന്റെ 4 ഇരട്ടി പണം ഇതിലുണ്ട്. ഗോകുലിന്റെ മനസ്സിൽ എന്നോട് പരിഹാസമാണെന്നറിയാം. ഗോകുൽ എത്ര പണം ആവശ്യപ്പെട്ടാലും ഞാനത് തരാം. ദയവേത് ഗോകുൽ ഈ കേസിൽ നിന്ന് പിന്മാറണം. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് കൺമുന്നിൽ കാണുന്നതെല്ലാമെന്ന് അവന്തി വിചാരിക്കരുത്. പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അഡ്വക്കേറ്റുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതെന്ന് നിങ്ങളോട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ മുന്നിൽ മറ്റു വഴികളില്ല ഗോകുൽ. നിങ്ങൾ ഈ കേസ് വാദിച്ചാൽ ഞാൻ തോൽക്കും. എന്റെ തകർച്ച പൂർണ്ണമാകും. അതോ ഞാൻ തകർന്ന് തരിപ്പണമാവുന്നത് കാണാനാണോ ഗോകുലിന് ഇഷ്ടം? വ്യക്തിപരമായ ആരുടെയെങ്കിലും ജയമോ തോൽവിയോ എന്റെ പ്രശ്നമല്ല. ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുക, അതാണ് എന്റെ ജോലി. ഒളിച്ചു വെക്കാൻ രഹസ്യങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. നെഞ്ചിൽ കൈവച്ച് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്?